നമ്മളിവിടെ ബൈപ്പാസ് വാല് ഓൾറെഡി ഉണ്ട്, അത് അടച്ചു വെച്ചിരിക്കണം. ഇനിയിപ്പോൾ അത് എപ്പോഴെങ്കിലും നമ്മുടെ വെസലിൽ കംപ്ലൈന്റ് വരുമ്പോൾ മാത്രമേ ഇതിലേക്ക് കയറുന്ന ഇന്നും ഔട്ടും അടച്ചിട്ട് അത് തുറന്നു കഴിഞ്ഞാൽ പഴയ സിസ്റ്റം ആവും. ഈ ഒരു സൈറ്റിൽ നമുക്ക് വാട്ടർ പ്യൂരിഫയറിന്റെ കൂടി ആവശ്യകത ഉണ്ട്. ഒരു 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള 2090 മോഡൽ നമ്മുടെ അക്വയുടെ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു യൂണിറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അവിടെ ഓൾറെഡി ഒരു യൂണിറ്റ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെറും ഒരു പ്രീ ഫിൽട്ടർ വിത്ത് UV ആണ് അക്വഗാർഡിന്റെ. അപ്പൊ അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ RO വാട്ടർ പ്യൂരിഫയർ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. തൃശ്ശൂർ നമ്മുടെ ഇരിങ്ങാലക്കുടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇരിങ്ങാലക്കുട എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ ഈ ഒരു സൈറ്റ്. നമ്മളിപ്പോൾ സൈറ്റിൽ എത്തി ഓൾറെഡി. വെസൽ ഫിൽട്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയയിൽ നമ്മൾ ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട്. ടെറസിന്റെ മേലെയാണ്. അപ്പൊ നമ്മളിത് ടാങ്കിന്റെ അടിയിൽ ഓൾറെഡി നമ്മുടെ വെസലും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ അകത്ത് അയൺ ഉണ്ട്, അതേപോലെ തന്നെ pHന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ സ്മെല്ലിയാണ് ലൈറ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ആണ്. അപ്പൊ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിലവിൽ തെളിഞ്ഞിറങ്ങണം. കാരണം ഈ 2 ദിവസമായിട്ട് നല്ല മഴ കിട്ടുന്നുണ്ട്. നല്ല മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കുന്നിടക്കും കുറേശ്ശെ മഴ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ വെള്ളം കുറച്ച് തെളിഞ്ഞാണ് കിടക്കുന്നത്. പക്ഷെ നിലവിൽ വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയണിന്റെ സാന്നിധ്യം, ടർബിഡിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. കസ്റ്റമർ തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്ത് നമുക്ക് ആ റിസൾട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് പ്രകാരമാണ് നമ്മളിപ്പോൾ ഇവിടെ 2 ഫിൽട്രേഷൻ സിസ്റ്റം സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കൺസംഷൻ ഉണ്ട്. മോർ ദാൻ 1000 ലിറ്റർ കൺസംഷൻ പെർ ഡേ ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു അയൺ റിമൂവറും അതുപോലെ ഒരു മൾട്ടിമീഡിയ. അപ്പൊ ഗ്രാവിറ്റിയിലാണ് നമ്മൾ ചെയ്യണത്. ടാങ്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ മേലെ കാണുന്നതാണ് ടാങ്ക്. അപ്പൊ ഒരു സ്റ്റീലിന്റെ ടാങ്കാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് 1.5 ലൈൻ. ഇതുമേൽ നമുക്ക് നേരെ കട്ട് ചെയ്ത് വെസലിൽ കയറ്റിയിട്ട് തിരിച്ച് നമുക്ക് വീണ്ടും കൊണ്ടുപോയിട്ട് ഇതിൽ കൊണ്ട് ലൂപ്പ് ചെയ്യണം. അപ്പൊ ഈ ഒരു വർക്കിന്റെ വിശേഷങ്ങളായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ വർക്ക് വീഡിയോയിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം വെയിൽ കയറി വന്നേ മുമ്പ് തന്നെ നമുക്ക് വർക്ക് തീർക്കേണ്ടതുണ്ട്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ.
ഇത് നമ്മുടെ ഓവർ ഹെഡ് ടാങ്കിലേക്ക് അടിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ കളറാണ് കേട്ടോ. ചെറിയ രീതിയിൽ ടർബിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അയണിന്റെ സാന്നിധ്യവും ഇപ്പം നിലവിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ റോ വാട്ടർ അടിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ. അപ്പോൾ കൂട്ടുകാരൻ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. 2 വെസലാണ്, ഒരു അയൺ റിമൂവറും ഒരു മൾട്ടിമീഡിയയും. അപ്പോൾ രണ്ടിന്റെയും നമ്മളുടെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞു, പ്ലംബിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബാക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നേരെ നമുക്ക് ബാക്ക് വാഷ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ ഇവിടെ ബാക്ക് വാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഇൻലെറ്റ് വാൽവ് തുറന്നു വെച്ചാൽ മതി. അപ്പോൾ കൂട്ടുകാരൻ നമ്മുടെ ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ ഇതിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ്ട ക്വാളിറ്റി, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. റോ വാട്ടറിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ടാങ്കിലെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ഇത് കാണിക്കുന്നുണ്ട്. ഭയങ്കര ടർബിഡാണ്, ഒരു എന്താ പറയാ, ഒരു ലൈറ്റ് മിൽക്കി കളറാണ്, ചെറിയ രീതിയിൽ ടർബിഡാണ് വെള്ളം. അപ്പോൾ അയണിന്റെ സാന്നിധ്യം ഓൾറെഡി ഉള്ളതാണ്, ഡിസോൾവ് ആയി കിടക്കുന്ന അയൺ, അതിനെ പിടിക്കാനായിട്ടുള്ള സംവിധാനം ഞാൻ വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് റോ വാട്ടർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ വ്യത്യാസം കാണിക്കും. അപ്പോൾ അത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഫിൽട്രേഷൻ സക്സസ്ഫുള്ളി ആയി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിവിടെ ബൈപ്പാസ് വാൽവ് ഓൾറെഡി ഉണ്ട്, അത് അടച്ചു വെച്ചിരിക്കണം. ഇനിയിപ്പോൾ അത് എപ്പോഴെങ്കിലും നമ്മുടെ വെസൽ കംപ്ലൈന്റ് വരുമ്പോൾ മാത്രമേ ഇതിലേക്ക് കയറുന്ന ഇന്നും ഔട്ടും അടച്ചിട്ട് അത് തുറന്നു കഴിഞ്ഞാൽ പഴയ സിസ്റ്റം ആവും. ഇപ്പൊ നമുക്ക് ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് അടയ്ക്കണം വാൽവ്, ഈ വാൽവ് ഔട്ട്ലെറ്റ് വാൽവ്. ഔട്ട് അടച്ചു കഴിഞ്ഞാൽ സപ്ലൈ കട്ടാവും. അടച്ചു. എന്നിട്ട് ഇത് നമ്മുടെ ഇൻലെറ്റ് ആണ്. ഇൻലെറ്റ് ഒന്നും ചെയ്യണ്ട, ഇത് എപ്പോഴും തുറന്നു തന്നെ ഇരിക്കണം. ഇപ്പൊ ഗ്രാവിറ്റി ബാക്ക് വാഷാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിലിങ്ങനെ വന്ന് ഇതിലേക്ക് കയറി ഇവിടെ ഫിൽട്രേഷൻ ആയിട്ട് അടുത്തതിനകത്ത് പോയി അവിടെ ഫിൽട്രേഷൻ ആയി തിരിച്ച് ഈ ലൈൻ വഴി ഇറങ്ങി വീണ്ടും നമ്മുടെ അതിനകത്തൊന്ന് ലൂപ്പാവും. അതാണ് സിസ്റ്റം. ഇങ്ങനെ അത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനിപ്പോ ബാക്ക് വാഷ് ചെയ്യാൻ പോകുന്നതിന്റെ പേരിൽ അത് ഞാനിപ്പോ അടച്ചു. എന്നിട്ട് ഈ ലിവർ കണ്ടില്ലേ, ഈ ലിവറെ താഴത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നേരെ കൊണ്ടിട്ട് ബാക്ക് വാഷിൽ കൊണ്ടിട്ട്, അതേപോലെ തന്നെ ഇതും അതേ സെയിം ടൈം തന്നെ ഇതും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ട്യൂബ് വഴി പോകും. ഇതിലേക്ക് കൂടിയാണ് റിജക്ട് വരുന്നത്. ഇതിന്റെ ബാക്ക് വാഷ് റിജക്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഈ ട്യൂബ് വഴി രണ്ടിനെ കൂടി ലൂപ്പ് ചെയ്തേക്കാം. ഇത് നേരെ പുറത്തേക്ക് പോകണം. നമ്മുടെ വെള്ളത്തിന്റെ നമ്മുടെ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൽവാണത്. ആ വാൽവ് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ഇതുപോലെ ബാക്ക് വാഷ് ചെയ്യണ സമയത്ത് എന്തെങ്കിലും എക്സസ് ആയിട്ട് എന്തെങ്കിലും അഴുക്കുകൾ വന്നിവിടെ കിടക്കണമെങ്കിൽ ആ ലൈനിൽ വന്ന് അടിഞ്ഞുകൂടി കിടക്കും, ഇവിടെ നിന്ന് കളക്ട് ആയി കിടക്കും. അപ്പൊ അത് അങ്ങോട്ട് തുറന്നു വെക്കണമെങ്കിൽ അത് അങ്ങോട്ട് ഫ്രഷ് ഔട്ട് ആയിക്കോളും. അതെങ്ങനെയാണ് അഴുക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മോഡുകൾ വഴി ഇങ്ങനെ തിരിയുമല്ല. ഇവിടെ നിന്ന് ഇപ്പൊ ബാക്ക് വാഷ് ചെയ്യുന്നതിന് ഇപ്പൊ നമുക്ക് റിൻസിലിടണം, റിൻസിൽ നിന്ന് ഫിൽറ്ററിലേക്ക് ഇടാം. അങ്ങനെ ഓരോ മോഡുകൾ തിരിക്കുമ്പോൾ ഡയറക്റ്റ് ആവും. അപ്പൊ ആ റോ വാട്ടർ ഇതിനകത്ത് ക്ലബ് ആവും. അപ്പൊ അഴുക്കുണ്ടെങ്കിൽ അവിടെ ലൈനിൽ വന്ന് ഇങ്ങനെ കിടക്കും. അത് നമ്മൾ ഫ്രഷ് ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അകത്തേക്ക് നമ്മുടെ ഈ വാൽവ് തുറക്കുന്ന സമയത്ത് അകത്തേക്ക് ഇരിക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് തുറന്നിരുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അകത്തേക്ക് അഴുക്കിൽ പോകും. അഴുക്ക് ഇങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യണത്. ഇപ്പൊ നമ്മൾ ബാക്ക് വാഷ് ഇട്ടേക്കുന്നത്, ബാക്ക് വാഷ് നടന്നുകൊണ്ടിരിക്കുക. ബാക്ക് വാഷ് എത്ര സമയമാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ അഴുക്കിനെ ആശ്രയിച്ചിരിക്കും. അഴുക്ക് എത്രത്തോളം ഉണ്ട് ലൈനിൽ, ഈ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ എത്ര നേരം കൊണ്ടാണ് അഴുക്ക് തീരണത്, അതനുസരിച്ചിട്ടാണ് അടുത്ത മുകളിലേക്ക് പോകേണ്ടത്. ഉദാഹരണത്തിന് 10 മിനിറ്റാണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് റിൻസിലിടണം. അല്ല 5 മിനിറ്റ് ആണ് ബാക്ക് വാഷ് എന്നുണ്ടെങ്കിൽ 2.5 മിനിറ്റ് റിൻസിലിടണം. ബാക്ക് വാഷ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന അഴുക്കിനെ ഇളക്കി മറിച്ച് പുറത്തേക്ക് കളയുന്ന പരിപാടിയാണ്. റിൻസ് എന്ന് പറയുമ്പോൾ സീറ്റിംഗ് ആക്കുന്ന പരിപാടിയാണ് ബെഡിന്. അപ്പൊ 10 മിനിറ്റ് ആണ് ബാക്ക് വാഷ് എങ്കിൽ 5 മിനിറ്റ് റിൻസ് ആ ടൈമിങ് കഴിഞ്ഞതിന് ശേഷം ഫിൽറ്ററിലേക്ക് ഇടാം. ഫിൽറ്ററിലേക്ക് ഇടുമ്പോൾ മാത്രമേ പ്രൊഡക്റ്റ് അപ്പുറത്തേക്ക് പോയി തുടങ്ങുള്ളൂ. അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് നേരെ ബാക്ക് വാഷിലേക്ക് പിടിക്കും. ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഫിൽറ്റർ മോഡിൽ ആയിട്ടില്ലല്ലോ. അതാണ് ഇവിടെ മാത്രമേ നടക്കുള്ളൂ ഫംഗ്ഷൻ. 1 by 1 നടക്കുള്ളൂ. അതാണ് ഫിൽറ്ററിലേക്ക് ഇട്ടാൽ മാത്രമേ ഇതേ പാത്താവുള്ളൂ അങ്ങോട്ട് വെള്ളം. ഫിൽറ്റർ ആയി ആ ഫിൽറ്റർ വാട്ടറാണ് അങ്ങോട്ട് പോകണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ബാക്ക് വാഷ് കഴിഞ്ഞു തന്നെ വിചാരിക്കാം. അപ്പൊ വീണ്ടും നമ്മൾ പ്രസ് ചെയ്യുന്നു, ഇവിടെ അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് തിരിച്ച് നേരെ റിൻസി കൊണ്ടുപോയിട്ട് നിങ്ങൾ ജസ്റ്റ് ആട്ടി നോക്കണം കറക്റ്റായിട്ട് കാച്ചിലേക്ക് വേണ്ടോ. ഈ ഒരു ആര വേണ്ട, ഇത് കറക്റ്റായിട്ട് വന്ന് വീഴും. അപ്പൊ റിൻസും നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴും പോകും വെള്ളം അതിലെ കൂടി, അതിലെ വെള്ളം ഇങ്ങോട്ട് വരില്ല. ഈ പച്ച ട്യൂബ് വഴി പോകും. ബാക്ക് വാഷിലും റിൻസിലും ഇതിലെ കൂടി പോകും. എന്നിട്ട് എത്ര ടൈമാണ് അതിന്റെ ഒരു സമയം ഇരുത്താനുള്ള ഒരു ടൈം കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും പ്രസ് ചെയ്തിട്ട് വീണ്ടും ഫിൽറ്ററിലേക്ക് ഇടാം. അപ്പൊ എന്താ സംഭവിക്കാം, ഇവിടുന്ന് ഫിൽറ്റർ വാട്ടർ ഫിൽറ്റർ മോഡിലേക്കായി നേരെ ഇതിലേക്കായി. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ ബാക്ക് വാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്ക് വാഷ് സ്റ്റാർട്ടായി. അത് കൈയോടെ ഒരുമിച്ച് ഇടുന്നതിന്റെ ഗുണം അതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഇവിടെ തിരിക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ബാക്ക് വാഷ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം പ്രൊസീജിയറാണ് ഇതിലും.
5 മിനിറ്റ് 2.5 ആ അല്ലെങ്കിൽ 10 മിനിറ്റ് 5 മിനിറ്റ്. അതെ, നമ്മൾ ടൈമിങ് ഞാൻ ഉദാഹരണം ഉദാഹരണ ടൈമിങ് പറഞ്ഞാണ്. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇനി എപ്പോഴെങ്കിലും ടാങ്ക് കാലിയായി പോയി എയർ പിടിക്കുകയാണെങ്കിൽ എയർ പോകാനുള്ള സംവിധാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് എയർവെന്റ്. ഇനി ഇൻ കേസ് ഇനി അതിൽ കൂടി പാസ് ഔട്ട് ആയി വന്ന് കയറി അത് ലോക്ക് ആവുകയാണെങ്കിൽ ഇതുപോലെ ബാക്ക് വാഷ് ചെയ്ത് എയറിനെ കളഞ്ഞു വെച്ചാൽ മതി. അപ്പൊ ചിലപ്പോൾ ഗ്രാവിറ്റിയിൽ ചിലപ്പോൾ കഴിയുമ്പോൾ പോകില്ല. അപ്പൊ പ്രഷർ ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷ് പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ. പ്രഷർ ബാക്ക് വാഷ് നമുക്ക് ഫ്ലോ കുറയും, താഴത്തേക്കുള്ള ഫ്ലോ കുറയും. അപ്പൊ സംഭവം ഇപ്പൊ ഇത് ബാക്ക് വാഷിലാണ് നടന്നുകൊണ്ടിരിക്കണേ. ഇനി നേരെ ബാക്ക് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റിൻസിലേക്ക് ഇടാം. പ്രസ് ചെയ്യുക, നേരെ റിൻസ്. കണ്ട കുറേശ്ശെ വെള്ളം പോകണ്ട. അതിങ്ങനെ നേരെ തിരിക്കുമ്പോ എന്തെങ്കിലും ഇത്തിരി വരുമ്പോ അതങ്ങനെ വന്നോളൂ കറക്റ്റ് ആയി കിടക്കും. അതങ്ങനെ തുറന്നു വെച്ചില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഫിൽറ്ററിലേക്ക്. അപ്പൊ ഗ്രീൻ ഹൗസിൽ കൂടി പോകുന്നത് കട്ടായി, പ്രൊഡക്റ്റ് ഇവിടെ വന്നു തുടങ്ങി. ഇതിനെ നമ്മൾ നേരെ തുറക്കുന്നു. അകത്തേക്ക് ചാർജ് ആയി. ഇതാണ് പ്രൊസീജിയർ. ഇനി ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് പ്രഷർ ബാക്ക് വാഷ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് അടയ്ക്കാം, ഇല്ലറ്റ് അടയ്ക്കാം, ഇത് തുറക്കുക, മോട്ടോർ ഓൺ ആക്കുക, സെയിം പ്രൊസീജിയർ. അപ്പൊ കൂടാതെ നമ്മുടെ ഇരിങ്ങാലക്കുട നമ്മുടെ ഈ ചെയ്ത വെസൽ ഫിൽട്രേഷന്റെ ഈ ഒരു സൈറ്റിൽ നമുക്ക് വാട്ടർ പ്യൂരിഫയറിന്റെ കൂടി ആവശ്യകത ഉണ്ട്. ഒരു 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള 2090 മോഡൽ നമ്മുടെ അക്വയുടെ ഒരു ബ്ലാക്ക് കളറുള്ള ഒരു യൂണിറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അവർ ഓൾറെഡി ഒരു യൂണിറ്റ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെറും ഒരു പ്രീ ഫിൽട്ടർ വിത്ത് UV ആണ് അക്വാഗാർഡിന്റെ. അപ്പൊ അത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ RO വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ യൂണിറ്റിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു പ്രീ ഫിൽട്ടർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽട്ടർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ യൂണിറ്റിലേക്ക് നമ്മുടെ വെള്ളം കയറുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയേക്കുണ്ടോ. അപ്പൊ നിങ്ങൾ പരമാവധി അത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ RO വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടാണ്. 10 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ 2090 അക്വയുടെ ഒരു വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് RO വാട്ടർ പ്യൂരിഫയർ ആണ്. അപ്പോൾ പ്യൂരിഫയറിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളൊരു പ്രീ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീ ഫിൽറ്റർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്യൂരിഫയറിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റിക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാൻഡ് ക്വാളിറ്റി TDS ഒരു 400 അടുത്ത് 375 സംതിങ് ആയിരുന്നു. അത് നോർമലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിന്നുമായി ബന്ധപ്പെടുക. അതേപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.